നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിനീഷ് കോടിയേരി പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് CPM-ന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ പിണറായിക്കിട്ട് നല്ല ഒന്നാം തരം അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പിണറായി വിജയന്റെ അന്തകനായി മാറുകയാണ് സ്പീക്കർ AN ഷംസീർ. ഉമ്മൻചാണ്ടി മരിച്ചിട്ട് 1 വർഷം തികയുന്ന ദിവസമായിരുന്നു. ഈ ദിവസത്തിൽ ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു മനുഷ്യർ പോലും, ഒരു നേതാക്കൾ പോലും ഉമ്മൻചാണ്ടിയെ ഓർത്ത് ഒരു 2 വരി കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തില്ല. ഒരിടത്തും ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചും ആരും സംസാരിച്ചില്ല. എന്നാൽ അക്കൂട്ടത്തിൽ നിന്നും ഒരാൾ കൃത്യമായി ഒരു പോസ്റ്റ് ഇട്ടു. AN ഷംസീറാണത്. പിണറായി വിജയന് ഇതിലും വലിയ അടിയൊന്നും ഇനി കിട്ടാനില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന സമയത്തും ഉമ്മൻചാണ്ടിയെ ഓർത്ത് സംസാരിച്ചത് ഷംസീറാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസത്തിലും ഉമ്മൻചാണ്ടിയെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ദീർഘകാലം നിയമസഭാംഗവും മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷികമാണിന്ന്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഇതായിരുന്നു ഷംസീർ പങ്കുവച്ച കുറിപ്പ്. ഇത് കൃത്യമായുള്ള ഒരു നീക്കം തന്നെയാണ്. ഒന്ന്, ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹവും ആദരവും ഒക്കെ കൊണ്ട് തന്നെയാണ്. 2, ഇടതുപക്ഷത്ത് നിന്ന് ഒരു മനുഷ്യരും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒന്നോർക്കാതിരുന്നപ്പോൾ ഷംസീർ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയ മര്യാദയാകാം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഷംസീർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ കുറച്ചധികം നാളുകളായി പിണറായി വിജയനെ അടിക്കാൻ വടി കിട്ടുന്നിടത്തെല്ലാം അത് കൃത്യമായി ഉപയോഗിക്കാറുണ്ട് ഷംസീർ. വിഴിഞ്ഞത്ത് നമ്മൾ അതാണ് കണ്ടത്. വിഴിഞ്ഞത്ത് കിട്ടിയ അടിയുടെ ഡബിൾ ഇരട്ടി അടിയാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസവും പിണറായിക്കിട്ട് കിട്ടിയത്. അതും ഷംസീറിൽ നിന്ന് കിട്ടിയതാണ് പിണറായിക്ക് ക്ഷീണമുണ്ടാക്കുന്നത്. എന്തായാലും ഷംസീർ ഒരല്പം രാഷ്ട്രീയ മര്യാദ കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തെ ഒന്ന് ഓർത്തുവല്ലോ എന്നാണ് പ്രതിപക്ഷത്തിൽ നിന്നും പലരും ഷംസീറിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പറയുന്നത്. ബിനീഷ് കോടിയേരി പുതുപ്പള്ളി പള്ളിയിൽ ചെന്ന് ചില പ്രഖ്യാപനങ്ങളും വെളിപ്പെടുത്തലും ഒക്കെ നടത്തിയിരുന്നു. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എന്നെ ഓർക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്ത ഒരേ ഒരു നേതാവെന്ന് ബിനീഷ് എടുത്തു പറഞ്ഞിരുന്നു. ഇത് CPM-നുള്ള കൃത്യമായ അടിയായിരുന്നു. ആ അടിയുടെ പ്രഹരത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സർക്കാരിലെ ഒരാൾ തന്നെ, ഒരു നേതാവ് തന്നെ, അല്ലെങ്കിൽ സ്പീക്കർ കസേരയിലിരിക്കുന്ന ഷംസീർ തന്നെ ഉമ്മൻചാണ്ടിയെ ഓർത്ത് സംസാരിച്ചത്. ഇതിനിടെ ജനങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കി പ്രവർത്തിച്ച നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് ശശി തരൂർ MP പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളിയിൽ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹം, ശശി തരൂർ, ഇങ്ങനെ പ്രതികരിച്ചത്. ഉമ്മൻചാണ്ടിയുടെ സ്മാരകത്തിന്റെ കാര്യത്തിൽ കേരള സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി നേതാവായി കാണാതെ കേരളത്തിന് വേണ്ടി സേവനം ചെയ്ത കേരളപുത്രനായി കാണണമെന്നും തരൂർ സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. മറ്റൊരു കാര്യം കൂടി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസം എടുത്തു പറയാനുള്ളത്, കിടപ്പാടം നഷ്ടപ്പെടാതെ കാത്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് പ്രകാശം നിറച്ച് സഞ്ജയ് വർഗീസ് എന്നയാൾ. കേരളമാകെ പടർന്നു പന്തലിച്ച വ്യവസായ സ്ഥാപനമായ JN ലൈറ്റിംഗ്സ് ഉടമ സഞ്ജയ് വർഗീസ് ആണ് 7 ലക്ഷം രൂപ ചെലവിട്ട് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് ഹൈമാസ്റ്റ് വിളക്ക് സ്ഥാപിച്ചത്. ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയം കടബാധ്യതകളെ തുടർന്ന് വീടും സ്ഥലവും ജപ്തി ചെയ്യാൻ നടപടി തുടങ്ങിയപ്പോൾ സഞ്ജയ് വർഗീസ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സഹായം തേടുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ മൂലം കിടപ്പാടം ജപ്തി ചെയ്യാതെ തിരികെ കിട്ടി. അർദ്ധ സർക്കാർ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത് നടത്തിയ റബ്ബർ അധിഷ്ഠിത വ്യവസായം തകർന്നതോടെ കടം കയറിയ അവസ്ഥയിലായിരുന്നു. ജപ്തി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ടായിട്ടും ഉദ്യോഗസ്ഥർ നടപ്പാക്കിയില്ലെന്ന് സഞ്ജയ് വർഗീസ് പറഞ്ഞു. വീട് ലേലത്തിന് വെച്ചതോടെ ഹൃദയാഘാതം വന്ന് സഞ്ജയ് വർഗീസിന്റെ പിതാവ് VP തോമസ് വിട പറഞ്ഞു. 40 വർഷം ഡൽഹിയിൽ ബിസിനസ് നടത്തിയ ശേഷം സ്വന്തമായി വ്യവസായം ആരംഭിക്കണമെന്ന ആഗ്രഹവുമായി നാട്ടിലെത്തിയ അദ്ദേഹം ചെങ്ങന്നൂർ വ്യവസായ പാർക്കിൽ തുരിശ് ഫാക്ടറി തുടങ്ങി. റബ്ബറിന്റെ വിലയിടിവിനെ തുടർന്ന് ബിസിനസ് പ്രതിസന്ധിയിലാകുകയായിരുന്നു. പലിശ കയറി ഈടുവെച്ച വീടും സ്ഥലവും ഫാക്ടറിയും നഷ്ടപ്പെടുമെന്ന സ്ഥിതിയായിരുന്നു. കിടപ്പുരോഗിയായ അമ്മയെയും കൊണ്ട് സഞ്ജയ് വർഗീസിന്റെ ഭാര്യ ലിസി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലെത്തി നിവേദനം നൽകിയിരുന്നു. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ പ്രത്യേകം പരിഗണിക്കാൻ ധനകാര്യ സ്ഥാപനത്തിന് ഉമ്മൻചാണ്ടി നിർദ്ദേശം നൽകി. വീട് ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കർശന നിർദ്ദേശവും കൊടുത്തു. എന്നിട്ടും കാലതാമസമായപ്പോൾ വീണ്ടും അദ്ദേഹം ഇടപെട്ടു. അങ്ങനെ കിടപ്പാടം തിരികെ കിട്ടി.
കേരളത്തിലെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടിംഗ് കമ്പനിയുടെ പ്രമുഖ കരാറുകാരനും കേരള PMC കോൺട്രാക്ടർ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് സഞ്ജയ് വർഗീസ്. പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഇരുട്ട് അനുഭവപ്പെട്ടു. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ ജനതയ്ക്ക് പ്രകാശം പകർന്ന ഉമ്മൻചാണ്ടിയെ സംസ്കരിച്ച സ്ഥലം ഇരുട്ട് പിടിച്ചു കിടക്കാൻ പാടില്ലെന്ന് സഞ്ജയ് തീരുമാനിച്ചു. 7 ലക്ഷം രൂപ ചെലവിൽ പ്രദേശം പ്രകാശമാനമാക്കിയത്. എന്തായാലും വലിയൊരു കാര്യമാണ് സഞ്ജയ് ചെയ്തിരിക്കുന്നത്. ഇതിന് വലിയ രീതിയിലുള്ള പ്രശംസ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ ഓർക്കാതെ പോയ ഇടതുപക്ഷ നേതാക്കളോട് പരമപുച്ഛമാണ് തോന്നുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.